നമസ്കാരം. ആരോപണങ്ങൾ ആണോ വസ്തുതകളാണോ ഇവിടെ വിജയിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. കാര്യം മറ്റൊന്നുമല്ല, ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നിരവധി നടിമാർ, നടന്മാർക്കും നിർമ്മാതാക്കൾക്കും സംവിധായകർക്കുമൊക്കെ എതിരായി വ്യാപകമായ പരാതികളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ നടൻ മുകേഷിന് എതിരായും ഇടവേള ബാബു, ബാലചന്ദ്ര മേനോൻ തുടങ്ങിയവർക്കെതിരായി ഒരു പരാതി ഉന്നയിച്ച ആലുവ സ്വദേശിയായ ഒരു യുവതി അല്ലെങ്കിൽ സിനിമാ നടി ഇപ്പോൾ അവർ പരാതികളിൽ നിന്നെല്ലാം പിൻവലിഞ്ഞിരിക്കുകയാണ്. 2009 നടന്ന പരാതിയെ തുടർന്നിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസ് നടക്കുന്നുണ്ട്. ആ കേസിൽ ഇവിടെ കണ്ടോൺമെന്റ് സ്റ്റേഷൻ പോലീസ് കേസെടുത്ത് അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ നടി പറയുന്നത് സർക്കാർ വേണ്ട പിന്തുണ തനിക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖിനെതിരായി പോലും ഒരു പരാതി ഉന്നയിച്ച നടിക്ക് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് കേസ് പഴകിപ്പോയി. ഇത്ര കാലം ഒരു പരാതി അല്ലെങ്കിൽ സംഭവം നടന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു പരാതിയുമായി വരുന്നത് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എന്നുള്ള തരത്തിലാണ് അതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. സത്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിൽ അന്വേഷണവും അതോടൊപ്പം മുകേഷിനെതിരായ കേസ് കോടതിയിൽ നിലനിൽക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം. ഈ പറയുന്നത് 2009 മുകേഷ് ഇതുപോലെ നാടകമേ ഉലകം എന്നതോ പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് അതിമോശമായി പെരുമാറുകയുണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇടവേള ബാബു ആകട്ടെ ഫ്ലാറ്റിൽ വിളിച്ചു വരുത്തി, അതായത് തനിക്ക് അമ്മയിൽ അംഗത്വം തരാം, AMMA എന്ന് പറയുന്ന സംഘടനയിലേക്ക് അംഗത്വം തരാം, അതിനുവേണ്ടി നിങ്ങൾ എൻ്റെ ഫ്ലാറ്റിലേക്ക് വരൂ എന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുകയും ഒടുവിൽ ഫ്ലാറ്റിലേക്ക് എത്തിച്ച് അവരെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇടവേള ബാബുവിനെതിരായി ഉയർന്നു വന്ന പരാതി. ബാലചന്ദ്ര മേനോനെതിരായി അദ്ദേഹത്തിൻ്റെ ദാ ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന ഒരു ചിത്രത്തിൻ്റെ ഷൂട്ടിനാണ്. ഒരുപാട് വർഷങ്ങളായി. ആ സിനിമ അന്ന് സാമ്പത്തിക വിജയമായിരുന്നു എന്ന് പോലും സംശയമാണ്. ആ സിനിമയുടെ ചിത്രീകരണം നടക്കുന്ന സാഹചര്യത്തിൽ അവരെ ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ഈ പറയുന്ന ബാലചന്ദ്ര മേനോൻ മോശമായി പെരുമാറി എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന ആരോപണങ്ങൾ. അപ്പൊ ഇങ്ങനെ ആരോപണങ്ങൾ ഉയർത്തുകയും ഇതിനെതിരെ കേസ് നൽകുകയും ചെയ്തിട്ടും കേസ് എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പരാതി. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളിൽ നിന്നും പരാതികളിൽ നിന്നും താൻ പിന്നോട്ട് പോകുന്നു, കേസ് കൊടുത്തിരിക്കുന്നതെല്ലാം പിൻവലിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുമെന്നും ഇതിനകത്ത് 2 ആസ്പെക്റ്റിൽ വേണം കാണാൻ. ഒന്നുകിൽ ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ബാലചന്ദ്ര മേനോനിൽ നിന്നോ ഇടവേള ബാബുവിൽ നിന്നോ അതുമല്ലെങ്കിൽ ഈ പറയുന്ന മുകേഷിൽ നിന്നോ ഒക്കെ ഒരു വ്യാപകമായ സമ്മർദ്ദം ഈ പരാതിക്കാരിയുടെ മേൽ ഉണ്ടായിരുന്നിരിക്കാം എന്നൊരു ആസ്പെക്ട് നമുക്ക് അവിടെ കാണാം. കാര്യം അവരുടെ ലൈഫ് തന്നെ തകർന്നു പോകുന്ന, അവരുടെ ജീവിതം തന്നെ തകർക്കുന്ന ചില ആരോപണങ്ങളാണ് ഈ പറയുന്ന നടി ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രീതിയിലുള്ള ശക്തമായ ഒരു സമ്മർദ്ദം ഇവരുടെ മേലെ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെയും നമുക്കൊരു വശം ചിന്തിക്കാം. അതല്ല, ഇപ്പോൾ ഒരു നടിക്ക് കോടതിയിൽ നിന്നും മുകേഷിനെതിരായി ഉയർന്നു വന്ന പരാതിയിൽ സിദ്ദിഖിനെതിരായി ഉയർന്നു വന്ന പരാതിയിൽ നിന്നും ആ നടിക്ക് കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്ന ഒരു ദുരവസ്ഥയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ കോടതിയിൽ പോയാൽ പോലും കാലപ്പഴക്കം കാണിച്ചുകൊണ്ട് ഈ കേസുകൾ തള്ളിക്കളയാനുള്ള സാധ്യത കോടതിയിൽ നിലനിൽക്കുന്നു. മതിയായ ശിക്ഷ ഈ പറയുന്ന ആളുകൾക്ക് കിട്ടില്ല. നടൻ ജയസൂര്യക്കെതിരായ ആരോപണമുണ്ട്. നടൻ ജയസൂര്യ സെക്രട്ടേറിയറ്റിൽ വെച്ച് നടന്ന ഒരു ഷൂട്ടിങ്ങിനിടയിൽ ആ നടിയെ സെക്രട്ടേറിയറ്റിന്റെ ടോയ്ലറ്റിൽ വെച്ച് കയറി പിടിച്ചു, ചുംബിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് ജയസൂര്യക്കെതിരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ആരോപണങ്ങളെല്ലാം ഒഴിവാക്കിയില്ലെങ്കിൽ വളരെ കാലത്തിന് മുമ്പ് നടന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യം എന്തായിരുന്നു എന്നുള്ള ഒരു പ്രസക്തിയുള്ള ചോദ്യം കൂടിയുണ്ട്. അന്ന് പരാതി ഉന്നയിച്ചില്ല, പകരം എന്തിന് ഇപ്പോൾ ഈ പരാതിയുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് കോടതി ചോദിച്ചാൽ അന്ന് എനിക്കിത് തുറന്നു പറയാൻ ഭയമായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. തനിക്കെതിരായി ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ തൻ്റെ സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ഒരു അതിക്രമം എപ്പോഴെങ്കിലും ഒരു സ്ത്രീക്കെതിരായി സംഭവിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ അപ്പോൾ തന്നെ പരാതിപ്പെടുക. അല്ലാതെ അതിനെ ആ കാലഘട്ടത്തിൽ അതിനെ മൂടി വെക്കുകയും തുടർന്ന് കിട്ടുന്ന ചാൻസുകളിലെല്ലാം അവസരങ്ങളിലെല്ലാം അഭിനയിക്കുകയും ചെയ്തതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഫീൽഡിൽ നിന്നും പുറത്തേക്ക് പോയി കഴിയുമ്പോൾ, സിനിമയിൽ അത്ര വാല്യുബിൾ അല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരിക്കലും സിനിമ എന്ന് പറയുന്ന ആ ഒരു മായിക ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ അവിടെ നിന്നും പിടിച്ച് മാറ്റപ്പെടുകയോ അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുകയോ ചെയ്യുമ്പോൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് വരും. ഇനിയും വീണ്ടും അവസരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണോ ഈ രീതിയിൽ ബാക്കിയുള്ളവർക്കെതിരെ
ഈ പ്രമുഖരായ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടി അവശേഷിക്കും. ഇപ്പോൾ പറയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടും ആണ് ഞങ്ങൾക്ക് ഇതൊക്കെ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടായത് എന്ന് വേണമെങ്കിൽ അവർക്ക് ഭംഗ്യന്തരേണ ആ ഒരു വാചകം ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന ഇത്രയും പീഡനങ്ങൾ നടന്നില്ല എന്നിവർ സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ ഏത് കാലഘട്ടത്തിലാണോ നടക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി പരാതികൾ ഉന്നയിക്കുക, ആരോപണ വിധേയരായവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് വേണ്ടി പോലീസിനെയോ കോടതിയെയോ ഒക്കെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട് കൂടിയാണിത്. അപ്പോൾ എന്തു തന്നെയായാലും സർക്കാർ പിന്തുണ നൽകുന്നില്ല എന്ന് പറയുന്ന ഒരു വെറുതെയുള്ള ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ഈ പറയുന്ന കോടതിയിൽ നിന്ന് അല്ലെങ്കിൽ കേസിൽ നിന്ന് പിൻവലിയുന്നത് ആശാസ്യമായ നടപടിയാണോ എന്ന് നടി ഒന്നുകൂടി ചിന്തിക്കുക.